ബഹുമാനായിട്ടുള്ള യോഗാധ്യക്ഷൻ, വേദിയിൽ സന്നിഹിതരായിട്ടുള്ള യോഗാധ്യക്ഷൻ പ്രിയപ്പെട്ട വരുൺ എം കെ, വേദിയിൽ സന്നിഹിതരായിട്ടുള്ള വി പി അബ്ദുൾ റഷീദ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ അശ്വിൻ മനക്കോത്ത്, ജില്ലാ വൈസ് പ്രസിഡന്റ് പ്രിയപ്പെട്ട റിജിൻ മാക്കുറ്റി, സുബീഷ് മരക്കാർക്കണ്ടി, ശ്രീ രാഹുൽ ദാച്ചിയോട്, ശ്രീ രാഹുൽ കായക്കൽ, ശ്രീമതി ശ്രീജ മഠത്തിൽ, മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷ ശ്രീ മുഹമ്മദ് റബീൻ അടക്കം വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള ബഹുമാന്യരായിട്ടുള്ള നേതാക്കളെ, പ്രിയപ്പെട്ട കോൺഗ്രസിന്റെ സഹപ്രവർത്തകരെ, നല്ലവരായ നാട്ടുകാരെ, അവർക്കും സാദര നമസ്കാരം. കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗമായതിനു ശേഷം കണ്ണൂർ ജില്ലയിൽ ഞാൻ ആദ്യമായി പ്രസംഗിക്കുന്ന പൊതുപരിപാടി അതൊരൽപ്പസമയങ്ങൾക്ക് മുൻപ് മട്ടന്നൂരിൽ ധീര രക്തസാക്ഷി ഈ പ്രസ്ഥാനത്തിനു വേണ്ടി സ്വന്തം ജീവൻ നൽകിയ അനശ്വരനായിട്ടുള്ള ഷുഹൈബിന്റെ അനുസ്മരണ സമ്മേളനം അത് മട്ടന്നൂരിലായിരുന്നു ഞാൻ ആദ്യമായി സംസാരിച്ചത്. കഴിഞ്ഞ 3 മാസക്കാലത്തിനിടയ്ക്ക് നിങ്ങൾ എനിക്ക് നൽകിയിട്ടുള്ള എല്ലാ സ്നേഹത്തിനും, എല്ലാ കരുതലിനും ഒക്കെ എനിക്ക് അഗൈതവുമായ നന്ദിയുണ്ട്. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ഇന്ന് മട്ടന്നൂരിൽ ഷുഹൈബിന്റെ വാപ്പ എന്നെ ചേർത്ത് പിടിച്ച് ആശ്ലേഷിച്ച് സ്വീകരിച്ചതിന്, ആ സ്നേഹം നൽകിയിട്ടുള്ള, ആ സ്വീകരണം നൽകിയിട്ടുള്ള സന്തോഷം, അതല്ലെങ്കിൽ അനുഭൂതി എന്ന് പറയുന്നത് അത് സമാനതകളില്ലാത്തതാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി, ദേശീയ പ്രസ്ഥാനത്തിനു വേണ്ടി, മതനിരപേക്ഷതയ്ക്ക് വേണ്ടി, ഫാസിസ്റ്റ് ആസുരിക ശക്തികൾക്ക് നേരെയുള്ള പോരാട്ടത്തിന്റെ ഭാഗമായി സ്വന്തം ജീവൻ നൽകേണ്ടി വന്ന ഒരു ചെറുപ്പക്കാരന്റെ ധീരനായ ഒരു പിതാവാണ് ഇന്ന് എന്നെ മട്ടന്നൂരിൽ സ്വീകരിച്ചത്. പ്രിയപ്പെട്ടവരെ, എനിക്ക് ഈ നിമിഷം തോന്നുന്നത്, ഷുഹൈബ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരൻ മട്ടന്നൂര് പോലെ CPM-ന് വലിയ സ്വാധീനമുള്ള, തെരഞ്ഞെടുപ്പ് രംഗത്ത് ഒരുപക്ഷെ ഒരു വിജയം എന്ന് പറയുന്നത് വളരെ അനധിവിദൂരം മാത്രമായിട്ടുള്ള ഒരു പ്രദേശത്ത്, ഒരു ഭൂമികയിൽ CPM പോലെ എന്തും ചെയ്യാൻ മടിക്കാത്ത നിറികെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് നേരെ, രാഷ്ട്രീയ പാർട്ടിയോട് എതിരിട്ടുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോലൊരു ദേശീയ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ആ ചെറുപ്പക്കാരൻ ഇറങ്ങിപ്പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ആ ചെറുപ്പക്കാരനെ കൊന്നുകളയാൻ വേണ്ടി തീരുമാനിച്ച CPM നേതൃത്വം എന്തിനു വേണ്ടിയാണോ ഷുഹൈബിനെ കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചത്, അതിലവർ സമ്പൂർണമായി പരാജയപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇന്ന് കണ്ണൂരിൽ യൂത്ത് കോൺഗ്രസിന്റെയും പ്രവർത്തകർ തെളിയിച്ചുകൊണ്ടേയിരിക്കുന്നത്.
ശുഹൈബിനെ കൊന്നുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ മട്ടന്നൂരിന്റെ മണ്ണിൽ കണ്ണൂരിന്റെ മണ്ണിൽ ഇല്ലാതാക്കാം എന്ന് പ്രതീക്ഷിച്ച CPM-ന്റെ കൊലയാളി സംഘത്തിലെ കൊലയാളി നേതൃത്വത്തിന് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് നൽകുന്ന മറുപടിയാണ് ശുഹൈബിന്റെ അനുസ്മരണമായി 7 വർഷങ്ങൾക്ക് ശേഷവും ഇപ്പോഴും അനേകമായിരം ജനങ്ങൾ കൂടുന്ന ഇത്തരം അനുസ്മരണ സമ്മേളനങ്ങൾ. ഒരുപക്ഷെ ജീവിച്ചിരിക്കുന്ന ശുഹൈബിനേക്കാൾ 10 മടങ്ങ് ശക്തി കൊല്ലപ്പെട്ട ശുഹൈബിനുണ്ട് എന്ന് CPM നേതൃത്വം ഈ സമയത്ത് തിരിച്ചറിയുന്നുണ്ട്. ശുഹൈബിന്റെ ഓർമ്മകൾ ഓരോ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനും കോൺഗ്രസ് പ്രവർത്തകനും നൽകുന്ന ആവേശം, നൽകുന്ന പ്രചോദനം എന്ന് പറയുന്നത് നിസ്സാരമല്ല. ഞാൻ മനസ്സിലാക്കി ശുഹൈബ് ആ എല്ലാ പ്രതിരോധങ്ങളെയും CPM ഉയർത്തുന്ന എല്ലാ അക്രമങ്ങളെയും ചെറുത്തു നിന്നുകൊണ്ട് മട്ടന്നൂരിന്റെ മണ്ണിൽ KSUവിനും യൂത്ത് കോൺഗ്രസിനും ഒരു അടിത്തറയുണ്ടാക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ അവിടെ സമർപ്പിക്കുകയാണ് ചെയ്തത്. ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു ശുഹൈബ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, നമ്മളിൽ പല ആളുകളും ശുഹൈബ് നടത്തുന്ന സേവന പ്രവർത്തനങ്ങളുടെയൊക്കെ മഹനീയത മനസ്സിലാക്കുന്നത്, അതിന്റെ വലിപ്പം മനസ്സിലാക്കുന്നത് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞതിന് ശേഷമാണ്. അത്രത്തോളം മനുഷ്യർ ശുഹൈബിനെ സ്നേഹിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. മനുഷ്യരെ സ്നേഹിക്കുക, അവരെ ചേർത്ത് പിടിക്കുക, ആലംബഹീനരെയും ആർത്തനാഥരെയും ചേർത്ത് പിടിക്കുക എന്നുള്ളത് ഒരു ക്രിമിനൽ കുറ്റമാണ് എന്ന് കരുതുന്ന കൊലയാളി പാർട്ടിയാണ് CPM. അതുകൊണ്ട് തന്നെയാണ് ആ തെറ്റ് ചെയ്ത് ശുഹൈബിനെ കൊന്നുകളയാൻ അവർ തീരുമാനിച്ചത്. മനുഷ്യരെ ചേർത്ത് പിടിക്കുക, മനുഷ്യരെ സ്നേഹിക്കുക, പാവപ്പെട്ടവരെ ചേർത്ത് പിടിക്കുക എന്നുള്ളത് CPM-നെ സംബന്ധിച്ചിടത്തോളം സഹിക്കാൻ കഴിയാത്ത, പൊറുക്കാൻ കഴിയാത്ത കാര്യമാണ്. അവർക്ക് ഇന്ത്യ മഹാരാജ്യത്തെ ജനാധിപത്യത്തിന്റെ എല്ലാ ആനുകൂല്യങ്ങളും പറ്റിക്കൊണ്ട് രാജ്യത്തെല്ലായിടത്തും സ്വതന്ത്രമായി പ്രവർത്തിക്കുമ്പോഴും അവർക്ക് സ്വാധീനമുള്ള ഇന്ത്യയിൽ അവശേഷിക്കുന്ന ഏക തുരുത്തായ കണ്ണൂരിൽ അവരുടെ കേന്ദ്രങ്ങളിൽ രാഷ്ട്രീയ എതിരാളികളെ പ്രവർത്തിക്കാൻ പോലും അനുവദിക്കാത്ത തരത്തിൽ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള സമീപനം സ്വീകരിക്കുന്നു. ജനാധിപത്യത്തിന്റെ കാറ്റ് ഇന്നും കടന്നു ചെല്ലാത്ത ചെകുത്താൻ കോട്ടകളാക്കി CPM-ന് സ്വാധീനമുള്ള പ്രദേശങ്ങളെ അവർ നിലനിർത്തിയിരിക്കുന്നു. ഈ കണ്ണൂർ എന്ന് പറയുന്ന ഭൂപ്രദേശം വാസ്തവത്തിൽ എന്റെ ശബ്ദം ശ്രവിക്കുന്ന CPM-കാരൻ DYFI-കാരൻ ഇവിടെ ഉണ്ടെങ്കിൽ അവർ മനസ്സിലാക്കേണ്ടത്, ഞാൻ ഈ രാജ്യത്ത് മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിലൂടെയും യാത്ര ചെയ്തിട്ടുള്ളയാളാണ്. കേരളത്തിൽ നിരന്തരമായി യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. എന്റെ പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമായി നേരത്തെ ഉണ്ടായിരുന്ന പാർട്ടിയുടെ ഭാഗമായിട്ട് ഞാൻ നിരന്തരം യാത്ര ചെയ്യുമ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം, ഈ കണ്ണൂരിനോളം സാധ്യതകളുള്ള, ഈ കണ്ണൂരിനോളം വികസന സാധ്യതയുള്ള മറ്റൊരു ഭൂമികയും ഈ കേരളത്തിലില്ല എന്നുള്ളതാണ് വസ്തുത. എന്ത് മനോഹരമായ ഭൂപ്രകൃതിയാണ് കണ്ണൂരിന് ദൈവം കനിഞ്ഞ് അനുഗ്രഹിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ബീച്ചുകളുള്ളത് കണ്ണൂർ ജില്ലയിലാണ്. മുഴപ്പിലങ്ങാട് പോലെ ഏറ്റവും ദൈർഘ്യമേറിയ ഡ്രൈവിംഗ് ബീച്ച്, വാഹനങ്ങൾ ഇറക്കി ഡ്രൈവ് ചെയ്യാവുന്ന ബീച്ച് ഇന്ത്യയിൽ വേറെ എവിടെയുമില്ല. നിങ്ങൾ ദുബായിൽ പോയാലോ മറ്റേതെങ്കിലും ഗൾഫ് രാജ്യങ്ങളിൽ പോയാലോ അതല്ലെങ്കിൽ യൂറോപ്പിൽ പോയാലോ ഒന്നും ഇതുപോലെ മനോഹരങ്ങളായ ബീച്ചുകൾ നിങ്ങൾക്ക് എവിടെയും കാണാൻ സാധിക്കില്ല. കണ്ണൂർ ജില്ലയുടെ മറ്റൊരു പ്രദേശം നോക്കിക്കഴിഞ്ഞാൽ ഹൈറേഞ്ച് മേഖലയാണ്, മനോഹരമായ ഭൂപ്രകൃതിയാണ്. വയനാടിന്റെ അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങൾ, കണ്ണൂരിന്റെ കർണാടകയുടെ അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങൾ എന്തും മനോഹരമാണ്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കണ്ണൂരിന്റെ സ്വാദിഷ്ടമായ ഭക്ഷണം എന്ന് പറയുന്നത്. കണ്ണൂരിന്റെ ഭക്ഷണം എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും സ്വാദിഷ്ടമായ ഭക്ഷണം, ഒരു സംശയവും ഒരു തർക്കവും ആ കാര്യത്തിൽ. തലശ്ശേരി ബിരിയാണിയും കണ്ണൂരിലെ വൈകുന്നേരങ്ങളിലെ നിങ്ങൾ ഉണ്ടാക്കുന്ന ചായക്ക് ഉണ്ടാക്കുന്ന ചെറുകടികളുമൊക്കെ സ്നാക്സുമൊക്കെ ഇന്ന് കേരളത്തിലെവിടെയും ലോകത്തെവിടെയും പ്രശസ്തമാണ്. കണ്ണൂർ ജില്ലക്കാർ റെസ്റ്റോറന്റ് നടത്താത്ത ഒരു ഭൂമികയും ഇന്ന് ലോകത്തെവിടെയും അവശേഷിക്കുന്നില്ല, ഒരു ഇഞ്ച് ഭൂമി അവശേഷിക്കുന്നില്ല.
അതുപോലെ പ്രശസ്തമായിട്ടുള്ള ഭക്ഷണം, ഇവിടുത്തെ കലാരൂപങ്ങൾ, കേരളത്തെ ലോകത്തിന് മുന്നിൽ അടയാളപ്പെടുത്തുന്ന തെയ്യം പോലെയുള്ള കലാരൂപങ്ങൾ, ഇവിടുത്തെ തീർത്ഥാടന കേന്ദ്രങ്ങൾ, ലോകത്തെ സോഷ്യലിസ്റ്റ് ദൈവമെന്ന് വിളിക്കപ്പെടുന്ന പറശ്ശിനിക്കടവ് മുത്തപ്പനും തൃച്ചംബരവും അതുപോലെയുള്ള നിരവധിയായിട്ടുള്ള അതിപുരാതനമായിട്ടുള്ള ക്ഷേത്ര സങ്കേതങ്ങൾ ഉൾപ്പെടെയുള്ള നിരവധിയായിട്ടുള്ള തീർത്ഥാടന കേന്ദ്രങ്ങൾ, അറക്കൽ ഉൾപ്പെടെയുള്ള ഇവിടെ തന്നെ സൈതാർപ്പള്ളി, അങ്ങനെ നിരവധി പ്രദേശങ്ങൾ ഇവിടെ ഉണ്ടല്ലോ, തലശ്ശേരി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ. എന്തൊക്കെ പാരമ്പര്യമാണ് കണ്ണൂരിനുള്ളത്. ലോകത്തെ മാർഷൽ ആർട്സിന്റെ ആയോധന കലകളുടെ മാതാവ് എന്ന് വിളിക്കപ്പെടുന്ന കളരിയുടെ ഈറ്റില്ലമാണ് കണ്ണൂർ. എന്നിട്ടും എന്തേ കണ്ണൂരിന് വികസിക്കാൻ പറ്റാതെ പോയി? ഇത്രത്തോളം ലോകത്തെ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള മറ്റൊരു ഭൂമികയുണ്ടാവില്ല. വാസ്കോ ഡ ഗാമ ഇന്ത്യയെ തെരഞ്ഞെത്തുന്നത് നമ്മുടെ മലബാറിന്റെ കോസ്റ്റൽ ഏരിയയിലാണ്. നമ്മുടെ കണ്ണൂരിന്റെയും കോഴിക്കോടിന്റെയും ഒക്കെ അതിർത്തിയിലാണ് വാസ്കോ ഡ ഗാമ ഈ ഇന്ത്യയിലേക്ക് വന്നെത്തുന്നത്, ഇന്ത്യയെ തെരഞ്ഞെത്തുന്നത്. നമ്മുടെ സ്പൈസസ് ലോകപ്രസിദ്ധമാണ്. പക്ഷെ എന്തേ കണ്ണൂർ ഇങ്ങനെ പുറകോട്ടടിച്ചു പോയി? എന്തുകൊണ്ടാണ് കണ്ണൂര് മാത്രം കേരളത്തിലെ മറ്റു ജില്ലകളെ അപേക്ഷിച്ച് വികസന കാര്യത്തിൽ ഏറെ പുറകോട്ട് പോയിട്ടുള്ളത്? ഇത് ചിന്തിക്കണ്ടേ? പ്രിയപ്പെട്ടവരെ, എല്ലാ അനുകൂല സാധ്യതകളും ഉണ്ടായിരുന്നിട്ടും, ദൈവം കനിഞ്ഞനുഗ്രഹിച്ച ഭൂപ്രകൃതി നിങ്ങൾക്കുണ്ടായിട്ടും, നല്ല മനസ്സുള്ള മനുഷ്യരുണ്ടായിട്ടും, സൗഹൃദങ്ങൾക്ക് വില കൽപ്പിക്കുന്ന മനുഷ്യരുണ്ടായിട്ടും, നല്ല ഭക്ഷണം നൽകാൻ കഴിവുള്ള, നല്ല പാചകം ചെയ്യാൻ കഴിവുള്ള, കൈപുണ്യമുള്ള അമ്മമാരുടെ നാടായിട്ടും കണ്ണൂർ പിന്തള്ളപ്പെട്ടു പോകാനുള്ള ഏക കാരണമെന്ന് പറയുന്നത്, പ്രിയപ്പെട്ടവരെ, ഈ കണ്ണൂർ ജില്ല ദൗർഭാഗ്യവശാൽ CPM-ന്റെ സ്വാധീന കേന്ദ്രമായി എന്നുള്ളത് മാത്രമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സ്വാധീനമുള്ള പ്രദേശമായി പോയി എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ കണ്ണൂർ ജില്ല അവികസിതമായി തുടരുന്നത്. ഇന്ത്യയിലെ മറ്റെല്ലാ പ്രദേശങ്ങളും അങ്ങനെ തന്നെയാണ്. 35 വർഷം ഭരിച്ച ബംഗാളിൽ പുരുലിയ എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്. CPM ഭരിച്ച ബംഗാളിൽ പുരുലിയ, പണ്ട് ആയുധങ്ങളൊക്കെ വിമാനത്തിന് വർഷിച്ച സ്ഥലം. അവിടെ ഇപ്പോഴും 35 വർഷം CPM ഭരിച്ചപ്പോൾ അവസ്ഥ ഉണ്ടായി. 1 ഉറുപ്പിക്ക് അവിടെ ചായ, ആ 1 ഉറുപ്പിയുടെ ചായ തന്നെ ആളുകൾ വാങ്ങി 2 ആക്കി കുടിക്കും. അത്ര ദാരിദ്ര്യം. മണ്ണിന്റെ കപ്പിൽ ചായ കുടിക്കുന്ന സ്ഥലം. ഇപ്പൊ ഇവിടെ അത് ഫാഷനായി. നമ്മുടെ ദാരിദ്ര്യത്തിന്റെ അങ്ങേ തലയാണ് ബംഗാളിൽ. 35 വർഷം ഭരിച്ച ബംഗാളിൽ. ത്രിപുര മറ്റൊരു ഉദാഹരണമായിരുന്നു. ആ പ്രദേശങ്ങളിൽ നിന്നൊക്കെ CPM-നെ അവിടുത്തെ ജനങ്ങൾ ഓടിച്ചിട്ടടിച്ചു പുറത്താക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇന്ന് 35 വർഷം ഭരിച്ച ബംഗാളിലെ ജില്ലാ സെക്രട്ടറിയും ലോക്കൽ സെക്രട്ടറിയും ഏരിയ സെക്രട്ടറിയും ഒക്കെ തമ്പാനൂരിലും കാക്കനാടും ആലുവയിലും ഈ കണ്ണൂരിലുമൊക്കെ വന്ന് തട്ടുകടയിൽ പൊറോട്ട അടിച്ചുകൊണ്ടിരിക്കുന്നു. കണ്ണൂർ ജില്ല ഈ നിലയ്ക്കായിട്ടുണ്ടെങ്കിൽ, ഇത്രത്തോളം അവികസിതമായിട്ടുണ്ടെങ്കിൽ, മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് പുറകിലായിട്ടുണ്ടെങ്കിൽ അതിന്റെ ഏക കാരണമെന്ന് പറയുന്നത് ഈ കണ്ണൂർ ജില്ലയിൽ CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് സ്വാധീനമുണ്ടായിപ്പോയി എന്നുള്ളത് മാത്രം. ഇത്രത്തോളം നല്ല കാര്യങ്ങളെ വെച്ച് കണ്ണൂർ ജില്ലയെ അടയാളപ്പെടുത്താമെന്നിരിക്കെ, പ്രിയപ്പെട്ടവരെ, കണ്ണൂർ ജില്ലയെ ലോകം എങ്ങനെ അടയാളപ്പെടുത്തുന്നത്? കൊലപാതക രാഷ്ട്രീയത്തിന്റെ സ്ഥലമായി, ബോംബ് രാഷ്ട്രീയത്തിന്റെ സ്ഥലമായി, പ്രതികാര രാഷ്ട്രീയത്തിന്റെ സ്ഥലമായി കണ്ണൂരിനെ അടയാളപ്പെടുത്തുന്നു. ശുഹൈബിനെ പോലെയുള്ള ചെറുപ്പക്കാരെ, അരിയുൽ ഷുക്കൂറിനെ പോലെയുള്ള ചെറുപ്പക്കാരെ വിചാരണ നടത്തി അരിഞ്ഞു കൊല്ലുന്ന നാടായി കണ്ണൂരിനെ ലോകം കാണുന്നു. മട്ടന്നൂരിനടുത്ത് കണ്ണൂരിലെ അന്താരാഷ്ട്ര എയർപോർട്ടിന്റെ ഉദ്ഘാടനം നടക്കുന്ന വേളയിൽ കേരളത്തിലെ ഒരു പ്രമുഖ വ്യവസായി, അദ്ദേഹം ഉദ്ഘാടനത്തിന് പറന്നിറങ്ങുന്നത് കോഴിക്കോട്ട് നിന്ന് ഹെലികോപ്റ്ററിലാണ്. അപ്പൊ തലേ ദിവസം എന്തുകൊണ്ട് കണ്ണൂരിൽ താമസിച്ചില്ല എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, അദ്ദേഹത്തിന് താമസിക്കാൻ പറ്റിയ 5 നക്ഷത്ര ഹോട്ടൽ കണ്ണൂരിലില്ല എന്നുള്ളത്. കണ്ണൂരിൽ നിലവാരമുള്ള ഹോട്ടലുകളില്ല എന്നുള്ളത് CPM-കാർക്ക് വലിയ മേനിയായിരിക്കും. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇത്രത്തോളം ടൂറിസം സാധ്യതകളുള്ള, വിനോദസഞ്ചാര സാധ്യതകളുള്ള കണ്ണൂരിൽ ഒരു 5 നക്ഷത്ര ഹോട്ടലില്ലാത്തതിന്റെ പേരിൽ
ഒരു പ്രമുഖ വ്യവസായി ഇവിടെ ഉറങ്ങാൻ കിടന്നില്ല. കണ്ണൂരിൽ അദ്ദേഹം ഉറങ്ങിയില്ല. അദ്ദേഹം കോഴിക്കോട് ഉറങ്ങിയിട്ട് രാവിലെ അദ്ദേഹത്തിന്റെ ഹെലികോപ്റ്ററിൽ വന്നിറങ്ങി ഉദ്ഘാടനം കഴിഞ്ഞ് തിരിച്ചു. ഇങ്ങനെ പോയാൽ മതിയോ കണ്ണൂർ? ഈ പാർട്ടി കേരളത്തെയും കണ്ണൂരിനെയും എത്ര കാലം, എത്ര ദശാബ്ദങ്ങളാണ് പുറകോട്ടടിച്ചത് എന്നുള്ളത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ ചർച്ചകൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, CPM ഇപ്പൊ ഈ അടുത്ത് എടുത്ത നിലപാടെന്താ? സ്വകാര്യ സർവകലാശാല ആരംഭിക്കാൻ പോകും, പുതിയ ബില്ല് വരാൻ പോകും. ആലോചിച്ച് നോക്കൂ, കുറെ വർഷങ്ങൾക്ക് മുൻപ് സ്വകാര്യ സർവകലാശാലകൾ വിദ്യാഭ്യാസ രംഗത്തെ സ്വകാര്യവൽക്കരണത്തിനെതിരെ, വിദേശ സർവകലാശാലകൾ വരുന്നതിനെതിരെ ഒക്കെ നിരന്തരം സമരം ചെയ്ത് രക്തസാക്ഷികളെ ഉണ്ടാക്കിയ ഒരു പ്രസ്ഥാനമാണ് CPM-SFI. സ്വകാര്യ മേഖല, സ്വകാര്യ നിക്ഷേപം വിദ്യാഭ്യാസ രംഗത്ത് വരുന്നത് അപകടമാണ് എന്ന് പറഞ്ഞ് ഈ കേരളത്തിൽ ഉടനീളം പ്രക്ഷോഭങ്ങൾ നടത്തി, പൊതുമുതൽ നശിപ്പിച്ച്, സംഘർഷമുണ്ടാക്കി, വെടിവെപ്പുണ്ടാക്കി, രക്തസാക്ഷികളെ ഉണ്ടാക്കിയ ഒരു പ്രസ്ഥാനം ഇപ്പൊ പറയുകയാണ് സ്വകാര്യ സർവകലാശാല വേണം, വിദേശ വിദ്യാഭ്യാസം വേണം, വിദേശ സർവകലാശാല വേണം എന്ന് CPM ഇപ്പൊ പറയുന്നു. സ്വകാര്യ സർവകലാശാല വേണമെന്ന് പറയുന്നു. പക്ഷെ ഒന്നുണ്ട്, CPM ഇതൊക്കെ പറയുമ്പോഴും സമരം നടത്തുമ്പോഴും സ്വന്തം മകളെ അമൃത യൂണിവേഴ്സിറ്റിയിൽ കൊണ്ടുപോയി പഠിപ്പിച്ച്, സ്വന്തം മകനെ വിദേശ സർവകലാശാലയായ ബർമിംഗ്ഹാം യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിച്ച് ഒരു ദീർഘദൃഷ്ടിയായ പിതാവ് ഉണ്ടായിരുന്നു. ആ ദീർഘദൃഷ്ടിയായ തന്ത കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ തന്നെ കേരളത്തിൽ ഈ സ്വകാര്യ സർവകലാശാലയും വിദേശ സർവകലാശാലയും ഒക്കെ വരുന്നതിൽ ഒരു അത്ഭുതമില്ല. പക്ഷേ ഒരു ചോദ്യത്തിന് CPM-മാര് മറുപടി പറയണം. നിങ്ങൾ എന്തിന് കേരളത്തിലെ സാധാരണക്കാരായ, കേരളത്തിലെ പാവപ്പെട്ടവരായ ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർക്ക് 2 ദശാബ്ദത്തോളം നല്ല വിദ്യാഭ്യാസം ലഭിക്കാനുള്ള അവസരം നിഷേധിച്ചു എന്നുള്ളതിന് CPM-ന് നേതൃത്വം മറുപടി പറയണം. എത്ര തലമുറകൾക്കാണ് അവസരം നിഷേധിക്കപ്പെട്ടത്? നമ്മുടെ എത്ര കുട്ടികൾക്കാണ് നല്ല വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടത്? കേരളത്തിൽ ഒരു കാലത്ത് കേരളത്തിന്റെ അഭിമാനമായിരുന്ന ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ മുഴുവൻ CPM നേതാക്കളുടെ ഭാര്യമാർക്ക്, മന്ത്രിമാരുടെ ഭാര്യമാർക്ക് അനധികൃത നിയമനം നടത്താനുള്ള വേദികളാക്കി മാറ്റി. അവിടെയെല്ലാം അവരെ കുത്തിത്തിരുകി. ആ സർവകലാശാലകളുടെ മുഴുവൻ നിലവാരം ഇടിച്ചു കളഞ്ഞതിനു ശേഷം ഇന്ന് തലയിൽ ആൾതാമസമുള്ള ഒരു രക്ഷിതാവും കേരളത്തിലെ ഒരു യൂണിവേഴ്സിറ്റിയിലും സ്വന്തം മക്കളെ വിട്ട് പഠിപ്പിക്കാത്ത സാഹചര്യം ഉണ്ടാക്കിയതിനു ശേഷം ഓരോ വർഷവും കേരളത്തിൽ നിന്ന് ലക്ഷക്കണക്കിന് കുട്ടികൾ വിദേശത്തേക്ക് മൈഗ്രേറ്റ് ചെയ്ത് പോകാനുള്ള സാഹചര്യം കേരളത്തിൽ ഉണ്ടാക്കിയതിനു ശേഷം ഏറ്റവും ഒടുവിൽ CPM-ന് ബുദ്ധി തെളിഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ സ്വകാര്യ സർവകലാശാല വേണം. അറബിക്കഥ എന്ന സിനിമയില് ശ്രീനിവാസനോട് അച്ഛൻ നെടുമുടി വേണു ചോദിക്കുന്നുണ്ട്, മകൻ സഖാവ് വാഴ വെട്ടാൻ പോവാണ്. അപ്പൊ അച്ഛൻ സഖാവ് ചോദിക്കും, ഇപ്പൊ വെട്ടിയ വാഴ, ഇപ്പൊ വാഴ വെട്ടുന്നത് തെറ്റായിരുന്നു എന്ന് വർഷങ്ങൾക്ക് ശേഷം തോന്നിയാൽ നിങ്ങൾ എന്ത് ചെയ്യും എന്ന് ചോദിക്കുന്നു. അപ്പൊ പറയുന്നത്, അന്ന് ഞങ്ങളതിൽ ഖേദിച്ചോളാം. അതുപോലെയല്ലേ CPM-ന്റെ കാര്യം? 20-30 വർഷം നമ്മുടെ കുട്ടികൾക്ക് കിട്ടേണ്ടിയിരുന്ന എല്ലാ സൗഭാഗ്യങ്ങളും രാഷ്ട്രീയ തിമിരത്തിന്റെ ഭാഗമായി നിഷേധിച്ചതിന് ശേഷം ഇപ്പോ നയം മാറ്റുന്നു. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഇന്ത്യ ആദരിക്കുന്ന TP ശ്രീനിവാസൻ എന്ന് പറയുന്ന ഡിപ്ലോമാറ്റ്, ഇന്ത്യ ആദരിക്കുന്ന TP ശ്രീനിവാസൻ എന്ന് പറയുന്ന നയതന്ത്ര വിദഗ്ധൻ, അദ്ദേഹത്തിന്റെ യൗവനവും അദ്ദേഹത്തിന്റെ ഊർജവും മുഴുവൻ ഈ രാജ്യത്തിന്റെ നയതന്ത്ര വൈദഗ്ധ്യത്തിന് വേണ്ടി ചിലവാക്കിയ ഒരു മഹാമനുഷ്യൻ, അദ്ദേഹത്തെ കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ സമിതിയുടെ അധ്യക്ഷനാക്കിക്കൊണ്ട് വിദ്യാഭ്യാസ രംഗത്തെ സമൂലമായി പരിഷ്കരിക്കാൻ വേണ്ടി ഉമ്മൻചാണ്ടി സർക്കാർ തീരുമാനിച്ചപ്പോൾ ആ TP ശ്രീനിവാസനെ ആക്രമിച്ചതാരാ? ആ മനുഷ്യന്റെ മുഖത്ത് CPM-ന്റെ ഗുണ്ടകൾ ആഞ്ഞടിച്ചത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? CPM ഗുണ്ടയുടെ അടിയേറ്റ് TP ശ്രീനിവാസൻ എന്ന് പറയുന്ന കേരളം ആദരിക്കുന്ന, രാജ്യം ആദരിക്കുന്ന ഡിപ്ലോമാറ്റ് നിലത്ത് വീണപ്പോ പ്രിയപ്പെട്ടവരെ തകർന്നു വീണത് കേരളത്തിന്റെ അഭിമാനമല്ലേ? മലയാളികളുടെ അഭിമാനമല്ലേ? എന്നിട്ട് ആ CPM, ആ SFI ഇപ്പൊ വിദ്യാഭ്യാസ രംഗത്ത് സ്വകാര്യവൽക്കരണത്തിന് വേണ്ടി നിൽക്കുന്നു. വർഷങ്ങൾക്ക് മുമ്പ് മുനീർ സാഹിബ് കേരളത്തിന്റെ പൊതുമരാമത്ത് മന്ത്രിയായപ്പോ എക്സ്പ്രസ് ഹൈവേ കൊണ്ടുവരാൻ തീരുമാനിച്ചു. എക്സ്പ്രസ് ഹൈവേ കൊണ്ടുവരാൻ വേണ്ടി തീരുമാനിച്ചപ്പോ നിയമസഭയ്ക്കകത്ത് CPM-മാർ പ്രസംഗിച്ചത് എന്താ?
അപ്പുറത്തെ തൊടിയിൽ പശുവിനെ കെട്ടുന്ന ഗോപാലേട്ടൻ എങ്ങനെയാണ് ഇപ്പുറത്തെ തൊഴുത്ത് നിന്ന് അങ്ങോട്ട് കൊണ്ടുപോകുക? അതല്ലേ ചോദിച്ചത്. ഇന്നിപ്പോ മുഹമ്മദ് റിയാസ് സകല ദേശീയപാതയുടെ മുകളിൽ പോയി ട്രാക്ക് ഷൂട്ട് എടുത്ത് സെൽഫി എടുത്ത് ഫോട്ടോ അപ്ലോഡ് ചെയ്യാം. ഇന്ന് നയം മാറ്റി. നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇപ്പോ നാട്ടിലുള്ള സകല പാലങ്ങൾക്കും പെയിന്റ് അടിച്ച് അതിന് മുകളിൽ പോയി മുഹമ്മദ് റിയാസിന്റെ ഫോട്ടോ വെച്ച് ഉദ്ഘാടനം കഴിച്ചു കൊടുക്കുന്നു. കേരളം അടുത്ത 10 വർഷക്കാലത്തേക്ക് കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ വലിയ കുതിച്ചുചാട്ടം ഉണ്ടാക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് കിഫ്ബി എന്ന് പറയുന്ന ഒരു സാധനം ഇവർ കൊണ്ടുവരുന്നത്. ഈ കിഫ്ബി കൊണ്ടുവരുന്ന സമയത്ത് തന്നെ UDF മുന്നറിയിപ്പ് നൽകിയതാണ്, കോൺഗ്രസ് മുന്നറിയിപ്പ് നൽകിയതാണ്. ഇത് അപകടമാണ്. ബജറ്റിന് പുറത്ത് കടമെടുത്തുകൊണ്ട് നിങ്ങൾ നടത്തുന്ന ഈ കാര്യങ്ങൾ ഒരു തരത്തിലുള്ള ഓഡിറ്റിനും വിധേയമല്ലാത്ത കിഫ്ബി എന്ന് പറയുന്ന പ്രസ്ഥാനം അഴിമതി മാത്രം ലാക്കാക്കിക്കൊണ്ട് നിങ്ങൾ തുടങ്ങിയതാണെങ്കിൽ അത് കേരളത്തിന് വലിയ ബാധ്യതയുണ്ടാക്കും, കേരളത്തിന്റെ ഖജനാവിന് ബാധ്യതയുണ്ടാക്കും, കേരളത്തെ കടക്കരയിലാക്കുമെന്ന് UDF അന്നേ പറഞ്ഞതാണ്. അന്നെന്താ CPM പറഞ്ഞത്? കോൺഗ്രസ് കേരളത്തിന്റെ വികസനത്തെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നു. ഇതായിരുന്നില്ലേ ആക്ഷേപം? നിങ്ങളെങ്ങനെ ഈ എടുക്കുന്ന വായ്പകൾ, കൊള്ളപ്പലിശക്ക് എടുക്കുന്ന വായ്പകൾ നിങ്ങൾ എങ്ങനെ തിരിച്ചടയ്ക്കുമെന്ന് ചോദിച്ചപ്പോ എന്താണ് മറുപടി പറഞ്ഞത്? അതിന് മോട്ടോർ വാഹന നികുതിയിൽ നിന്ന് 50% കൊടുക്കും, ഇന്ധന സെസ്സിൽ നിന്ന് 1 രൂപ കൊടുക്കും, ടോൾ ഞങ്ങൾ ഏർപ്പെടുത്തുകയില്ല, കാരണം ടോൾ എന്ന് പറയുന്നത് കൊള്ളയാണ്. ഇതല്ലേ CPM പറഞ്ഞിരുന്നത്? ഇപ്പൊ പറയുന്നു കിഫ്ബി ഉണ്ടാക്കിയ എല്ലാ റോഡുകളിലും ടോൾ പിരിക്കാൻ പോകുന്നു. കിഫ്ബി വഴിക്കുണ്ടാക്കിയ എല്ലാ റോഡുകളിലും പാലങ്ങളിലും ടോൾ പിരിക്കാൻ വേണ്ടി CPM തീരുമാനിച്ചിരിക്കുന്നു, ഇടതുമുന്നണി തീരുമാനിച്ചിരിക്കുന്നു. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഈ 7-8 വർഷക്കാലത്തെ പിണറായി വിജയൻ സർക്കാർ ഉണ്ടാക്കിയതിനേക്കാൾ കൂടുതൽ റോഡുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് പിണറായി വിജയൻ സർക്കാരിന്റെ 2 സർക്കാരുകൾ ഉണ്ടാക്കിയതിനേക്കാൾ കൂടുതൽ പാലങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ പ്രിയപ്പെട്ടവരെ, ഒരു സ്ഥലത്തും ഒരു നയാ പൈസയുടെ ടോൾ പോലും UDF സർക്കാരുകൾ വാങ്ങിയിട്ടില്ല. സർക്കാരിന്റെ ബജറ്റിൽ നിന്ന്, പൊതുഖജനാവിൽ നിന്ന് പണമെടുത്തുണ്ടാക്കി. കാരണം അത് ജനങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്, അത് സർക്കാരിന്റെ ബാധ്യതയാണ്. പക്ഷെ ഇവിടെ ഇപ്പൊ ജനങ്ങളിൽ നിന്ന് പണം പിഴിഞ്ഞെടുക്കാൻ പോകുന്നു, ജനങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിക്കാൻ പോകുന്നു. പാല് വാങ്ങാൻ വേണ്ടി രാവിലെ പഞ്ചായത്ത് റോഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ടോൾ കൊടുക്കേണ്ട അവസ്ഥയാണ്. 6 വരി ദേശീയപാതയ്ക്കല്ല, 5 മീറ്റർ പഞ്ചായത്ത് റോഡിന് ടോൾ കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് മലയാളികളെ CPM കൊണ്ടുചെന്ന് എത്തിച്ചു. കേരളത്തെ മുച്ചൂടും മുടിച്ചു കളഞ്ഞിരിക്കുന്നു സാമ്പത്തിക നയങ്ങൾ. ഇന്ന് വന്ന ബജറ്റുകൾ കണ്ടില്ലേ? ഇന്ന് വന്ന ബജറ്റിന്റെ പ്രത്യേകത എന്താ? ബാലഗോപാലിന്റെ ബജറ്റിന്റെ പ്രത്യേകത എന്താ? ഉരുളക്കിഴങ്ങില്ലാത്ത മസാല ദോശ പോലെയാണ്. പേരിന് മസാല ദോശയാ, പക്ഷെ ഉള്ളിൽ മസാലയില്ല, ഉരുളക്കിഴങ്ങില്ല. പണം വേണ്ടേ? പ്രഖ്യാപനങ്ങൾ ഇങ്ങനെ നടത്തിപ്പോവാം. കഴിഞ്ഞ ബജറ്റിൽ നടത്തിയ ഒരു പ്രഖ്യാപനം പോലും പൂർണ്ണമായി നടപ്പാക്കാൻ സാധിച്ചില്ല. കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ച മുഴുവൻ തുകയുടെയും പദ്ധതി വീതം ആദ്യം 50% വെട്ടിക്കുറച്ചു. കഴിഞ്ഞ ഡിസംബറിൽ വീണ്ടും കഴിഞ്ഞ മാസം വീണ്ടും വെട്ടിക്കുറച്ചു. നിങ്ങൾക്കറിയോ, പഞ്ചായത്ത്, നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പിലേക്ക് 8500 കോടി ഉറുപ്പികയാണ് ബജറ്റ് വിഹിതം. പക്ഷെ കൊടുത്ത എത്രയാ? 42%. ചെലവാക്കിയത് 42%, ബാക്കി കൊടുത്തില്ല. അപ്പൊ പ്രഖ്യാപനങ്ങൾ ഇങ്ങനെ വലിയ പ്രഖ്യാപനങ്ങളാണ്. ചെലവാക്കുന്നത് 40%, 42%. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയുമോ കേരളത്തിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് കിട്ടേണ്ട, മതന്യൂനപക്ഷങ്ങൾക്ക് കിട്ടേണ്ട സ്കോളർഷിപ്പുകൾ, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് കിട്ടേണ്ട ലംസം ഗ്രാന്റ് അടക്കമുള്ള എല്ലാം വെട്ടിക്കുറച്ചു. മതന്യൂനപക്ഷങ്ങൾക്ക് കിട്ടേണ്ട എല്ലാ കാര്യങ്ങളും ഇപ്പോൾ 30%, 40% മാത്രമാണ് ചെലവാക്കിയിട്ടുള്ളത്. പാവപ്പെട്ട പട്ടികജാതിക്കാർക്ക് പട്ടികവർഗങ്ങൾക്ക് കിട്ടേണ്ടതില്ലേ 30%, 40% ചെലവാക്കുന്നുള്ളൂ. ബാക്കി മുഴുവൻ വെട്ടിക്കുറച്ചു. ആകപ്പാടെ ഒരു വകുപ്പിലാണ് പ്രഖ്യാപിച്ചതിൽ നിന്ന് 285% അധികം ചെലവാക്കിയത്. അതേതാണെന്നറിയോ? ജനറൽ സർവീസ്. എന്താ ജനറൽ സർവീസ്? മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ശമ്പളം, അവരുടെ ആനുകൂല്യങ്ങൾ. സാധാരണക്കാരായ ജനങ്ങൾക്ക് കിട്ടുന്ന എല്ലാം വെട്ടിക്കുറച്ചു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഉരുളക്കിഴങ്ങില്ലാത്ത മസാലയില്ലാത്ത മസാല ദോശ പോലെയാണ് ബാലഗോപാലിന്റെ ബജറ്റ്. പണമില്ല, ഇത് ചെലവാക്കാൻ പോകുന്നില്ല.
നിങ്ങൾക്കറിയോ, ഭൂനികുതി 50% കൂട്ടിയിരിക്കുക. ഭൂനികുതി കൂട്ടി, ഇലക്ട്രിക് പാനലുകളുടെ നികുതി കൂട്ടി, സകലത്തിന്റെയും നികുതി കൂട്ടി. LDF അധികാരത്തിൽ വരുമ്പോൾ പറഞ്ഞിരുന്നത് ക്ഷേമ പെൻഷൻ 2500 ഉറുപ്പികയാക്കുന്ന. അവസാനത്തെ ബജറ്റിലും അതിന്റെ പ്രഖ്യാപനമില്ല. 2500 ഉറുപ്പിക ആക്കിയില്ല എന്ന് മാത്രമല്ല, ഇവിടെ മാസങ്ങൾ ക്ഷേമ പെൻഷൻ മുടങ്ങിക്കിടക്കുന്നു. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് 65,000 കോടി ഉറുപ്പികയാണ് DA കുടിശ്ശിക കൊടുക്കാനുള്ളത് 18 മാസത്തെ. കരാറുകാർക്ക് 15,000 കോടി ഉറുപ്പികയാണ് കൊടുക്കാനുള്ളത്. ബാക്കിയുള്ളത് കുടിശ്ശികയുള്ളത്. ഈ നാട്ടിലെ കൃത്യമായി പണം എല്ലാ മാസവും കിട്ടുന്ന ഒരേ ആളേ ഉള്ളൂ. അത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളാണ്. വേറെ ഒരാൾക്കും കിട്ടുന്നില്ല. മാസപ്പടി കിട്ടുന്നു. ഇതുപോലൊരു നെറികെട്ട ഗവൺമെന്റ് കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ അനിയൻ ബാവ ഇതുപോലെ കൊള്ള ചെയ്യുമ്പോൾ ചേട്ടൻ ബാവ അതിനേക്കാളും വലിയ കൊള്ളയാണ് കേന്ദ്രത്തിൽ. എന്റെ പഴയ പാർട്ടി. നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇന്നലെ വന്ന വാർത്ത, അമേരിക്കയിൽ ജോലിക്ക് പോയ പാവപ്പെട്ട ഇന്ത്യക്കാരെ അവർ അനധികൃത കുടിയേറ്റക്കാരാണെന്ന് പറഞ്ഞുകൊണ്ട് 56 ഇഞ്ച് നെഞ്ചളവുള്ള മോദിയുടെ മൈ ഫ്രണ്ട് ആരാണ്? ഡൊണാൾഡ് ട്രംപ്. എങ്ങനെയാ അവിടുന്ന് കയറ്റി അയച്ച്? കയ്യിലും കാലിലുമൊക്കെ വിലങ്ങിട്ട് ഒരു സൈനിക വിമാനത്തിൽ ഇന്ത്യയുടെ വിമാനത്താവളത്തിൽ കൊണ്ടുവന്ന് തള്ളുകയാണ്. ഞാൻ ചോദിക്കട്ടെ, സൗദി അറേബ്യയിൽ നിന്ന് ഓരോ വർഷവും എത്രയോ ആയിരക്കണക്കിന് മനുഷ്യരെ പൊതുമാപ്പിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിലേക്ക് തിരിച്ചയക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു ഇന്ത്യക്കാരനെ സൗദി അറേബ്യ ഇതുവരെ കയ്യിലും കാലിലും ചങ്ങലയിട്ട് നമ്മുടെ വിമാനത്താവളങ്ങളിലേക്ക് അയച്ചിട്ടുണ്ടോ? UAE അയച്ചിട്ടുണ്ടോ? ഖത്തർ അയച്ചിട്ടുണ്ടോ? സൗദിയും ഖത്തറും ഒക്കെ അങ്ങനെ അയച്ചിട്ടുണ്ടെങ്കിൽ ഈ നാട്ടിലെ സംഘികൾ എമ്മാരി പുകിലുണ്ടാക്കിയിട്ടുണ്ടോ? ഇത് ചെയ്തത് മൈ ഫ്രണ്ടായിപ്പോയി, അമേരിക്കയായിപ്പോയി. വായ തുറക്കാൻ നിവൃത്തിയില്ല. എവിടെ പോയി 56 ഇഞ്ച്? എവിടെ പോയി? എവിടെ ഇന്ത്യക്കാരല്ലേ? ഈ വിമാനം ഇന്ത്യയുടെ വ്യോമാതിർത്തി കടന്ന് ഇന്ത്യൻ വിമാനത്താവളത്തിൽ ഇറങ്ങുമ്പോഴും അവരുടെ കൈകളിൽ ഈ വിലങ്ങുണ്ടായിരുന്നു. നമ്മൾ ആലോചിക്കണം. ഇന്ത്യക്കകത്ത് ഇന്ത്യക്കാരന്റെ കയ്യിലും കാലിലും വിലങ്ങിട്ട് ഒരു വിദേശ ശക്തി വിലങ്ങിട്ടത് ഇതിനു മുമ്പ് എപ്പോഴാ? അത് ബ്രിട്ടീഷുകാർ വിളിക്കുമ്പോഴല്ലേ? ആ സാമ്രാജ്യത്തെ അടിമത്തത്തിലേക്കല്ലേ വീണ്ടും നരേന്ദ്രമോദി ഇന്ത്യയിൽ കൊണ്ടുപോയിരിക്കുന്നത്? ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുമ്പോഴാണ് നമ്മുടെ പൂർവികരെ കൈകളിലും കാലുകളിലും ഒക്കെ വിലങ്ങണിയിച്ചത്. പ്രിയപ്പെട്ടവരെ, ഇന്ത്യയുടെ മണ്ണിൽ അമേരിക്കക്കാരന് ധൈര്യം വന്നു ഇന്ത്യക്കാരനെ വിലങ്ങണിയിച്ചു നിർത്താൻ. നരേന്ദ്രമോദിക്ക് പ്രതിഷേധിക്കാൻ നാമൊന്നും പുറത്തോട്ട് വന്നില്ല. നാണം കെട്ട ഇന്ത്യയുടെ വിദേശമന്ത്രി പാർലമെന്റിനകത്ത് പറഞ്ഞു, അമേരിക്കയിലേക്ക് അങ്ങനെയാണ് പോയി. എടോ, ഇതിനു മുമ്പ് ഇന്ത്യക്ക് ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു. 1971 ബംഗ്ലാദേശ് വിമോചന യുദ്ധകാലത്ത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം നടക്കുന്ന കാലത്ത് പാകിസ്ഥാനെ പിന്തുണച്ചുകൊണ്ട് അമേരിക്കയുടെ 7ാം കപ്പൽപ്പടയെ നിക്സൺ എന്ന് പറയുന്ന അമേരിക്കയുടെ പ്രസിഡന്റ് അയച്ചപ്പോ നിക്സണോട് മറുപടി പറഞ്ഞ, മുഖത്ത് നോക്കി മറുപടി പറഞ്ഞ ഒരു പ്രധാനമന്ത്രി ഇന്ത്യക്കുണ്ടായിരുന്നു. നിങ്ങളുടെ പഴയ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി ദുർഗാദേവി എന്ന് വിളിച്ച ഇന്ദിരാഗാന്ധി എന്നൊരു പ്രധാനമന്ത്രി ഇന്ത്യക്കുണ്ടായിരുന്നു എന്ന് ഓർക്കണം. എന്താ പറഞ്ഞത്? ഇന്ത്യയുടെ സമുദ്രാതിർത്തി കടന്ന് അമേരിക്കയുടെ ഏതെങ്കിലും ഒരു കപ്പൽ ഇങ്ങോട്ട് പ്രവേശിച്ചാൽ തിരിച്ചു പോകണോ എന്ന് ഞാൻ തീരുമാനിക്കുമെന്ന് പറഞ്ഞ ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു. അവരുടെ പേരാണ് ഇന്ദിരാഗാന്ധി. എന്തേ മോദിക്ക് കഴിയാതെ പോകുന്നു? എന്തേ അമിത്ഷായ്ക്ക് കഴിയാതെ പോകുന്നു? മോദിക്ക് അമിത്ഷായ്ക്കും പിണറായി വിജയനെ കണ്ണുരുട്ടി കാണിക്കാൻ പേടിപ്പിക്കാം. കാരണം മൂപ്പരുടെ കയ്യിൽ ഇഷ്ടംപോലെ പ്രശ്നങ്ങളുണ്ട്. പിണറായി വിജയൻ കണ്ണുരുട്ടിയെ പേടിക്കും. മകൾ അഴിമതി ചെയ്തിട്ടുണ്ട്. മൂപ്പര് ഇഷ്ടം പോലെ അഴിമതി ചെയ്തിട്ടുണ്ട്. കോടികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ രേഖകൾ മുഴുവൻ അമിത്ഷായുടെ കയ്യിലിരിക്കുകയാണ്. അപ്പൊ അമിത്ഷാ പറയാണ്, മോനെ പൂരം കലക്കിക്കോ എന്ന് പറഞ്ഞാൽ പൂരം കലക്കി കൊടുക്കും. മുൻപത്തെ പ്രശ്നം വഷളാക്കിക്കോ എന്ന് പറഞ്ഞാൽ അത് വഷളാക്കി കൊടുക്കും. സുപ്രഭാതത്തിനും സിറാജിനും പോയി സന്ദീപിനെതിരെ പരസ്യം കൊടുത്തോ എന്ന് പറഞ്ഞാൽ പരസ്യം കൊടുക്കും. ഇതൊക്കെ BJP ഓർഡർ ചെയ്താൽ കൃത്യമായിട്ട് CPM അനുസരിക്കും. ഇതല്ലേ കാണുന്നത്? BJPയും CPM ബായി അല്ലേ? ഞാൻ ഈ BJP വിടുന്ന കാലത്ത് പല ആളുകളും ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് കോൺഗ്രസ് പോകുന്നത്? 10 വർഷമായിട്ട് ഇന്ത്യയിൽ അധികാരത്തിലില്ല. 10 വർഷത്തോളമായിട്ട് കേരളത്തിൽ അധികാരത്തിലില്ല. ഞങ്ങളുടെ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ പോലും അധികാരത്തിലില്ലാത്തൊരു പാർട്ടിയിലേക്ക് എന്തിനാണ് പോകുന്നതെന്ന് ചോദിച്ചു. CPM പോയിക്കൂടെ? അതാവുമ്പോ രാജ്യത്ത് കേരളത്തിൽ അധികാരത്തിലുണ്ട്. കൊടിവെച്ച കാറിൽ 1.5 വർഷമെങ്കിലും യാത്ര ചെയ്യാം. അടുത്ത ഇലക്ഷനിൽ ഒരു ഷുവർ സീറ്റ്. അത് പിന്നെ ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്.
വലിയ വലിയ സാഹചര്യങ്ങളല്ലേ. സരിനൊക്കെ പോയതുപോലെ പോയിക്കൂടെ എന്ന് വെച്ചു. ഞാൻ പറഞ്ഞു ഒരു ചേഞ്ച് വേണ്ടേ. BJP പോയിട്ട് CPM പോയാൽ എനിക്കെന്ത് ചേഞ്ചാണത്? തൃശൂർ ജയിലിൽ നിന്ന്, തൃശൂർ സെൻട്രൽ ജയിലിൽ നിന്ന് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് ഒരു ട്രാൻസ്ഫർ അല്ല എനിക്ക് വേണ്ടത്. 20 വർഷത്തെ ജീവപര്യത്തിനോട് കൊടുക്കാം. എനിക്ക് പരോളാണ് വേണ്ടത്. എന്നെ പുറത്തിറക്കി വിടുകയാണ് വേണ്ടതെന്നാണ് ഞാൻ പറഞ്ഞത്. ഈ രണ്ട് പാർട്ടി തമ്മിൽ എന്ത് മാറ്റാണത്? രണ്ടും വർഗീയ പാർട്ടിയല്ലേ. ഇവിടെ BJP പറയാനിറക്കുന്ന വർഗീയതയല്ലേ, മുസ്ലിം വിരുദ്ധതയല്ലേ CPM പറയുന്നത്? ആലോചിച്ച് നോക്കൂ. കണ്ണൂർ ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും മലപ്പുറം ജില്ലയിലും രാവിലെ കുറെ ആളുകൾ വ്യായാമം ചെയ്യുമ്പോൾ ആ വ്യായാമം ചെയ്യുന്നവരുടെ എണ്ണത്തിൽ കൂടുതൽ കുറച്ച് മുസ്ലിങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് തീവ്രവാദ പ്രവർത്തനമാണ്. ആരാ പറയുന്നത്? ഉത്തരവാദിത്തപ്പെട്ട CPMന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരാ പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഈ കണ്ണൂർ സിറ്റിക്കകത്തോ ഞങ്ങളുടെ മലപ്പുറം ജില്ലയിലോ അല്ലെങ്കിൽ കോഴിക്കോട് ജില്ലയിലോ ഒരു റേഷൻ കടയിൽ പോയി കഴിഞ്ഞാൽ അരിയും മണ്ണെണ്ണയും പഞ്ചാരയും വാങ്ങുന്ന ആളുകളുടെ മതം നോക്കിക്കഴിഞ്ഞാൽ, നോക്കാൻ പാടില്ല, നോക്കിക്കഴിഞ്ഞാൽ അതിൽ സ്വാഭാവികമായിട്ടും മുസ്ലിങ്ങളുടെ എണ്ണം കുറച്ച് കൂടുതലുണ്ടാവും. കാരണം എന്താ? ഇവിടെ കൂടുതലുള്ളത് മുസ്ലിങ്ങളാണ്, മുസ്ലിം സഹോദരങ്ങളാണ്. സ്വാഭാവികമാണ്. എന്ന് കരുതിയിട്ട് ആ റേഷൻ കട തീവ്രവാദ കേന്ദ്രം എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ പറയുന്നത് ശരിയാണോ? അതല്ലേ CPM പറയുന്നത്? BJP-ക്കാരും പറയാനിറക്കുന്ന വർഗീയതല്ലേ CPM പറയുന്നത്? വയനാട്ടിൽ ബഹുമാനിയായിട്ടുള്ള പ്രിയങ്ക ഗാന്ധി വിജയിച്ചതിന് പുറകിൽ തീവ്രവാദികളാണെന്നാണ് പറഞ്ഞത്. എന്ത് നെറികെട്ട വർത്താന CPM പറഞ്ഞു. 4 ലക്ഷത്തിൽ ചിലാനും വോട്ടിനാ പ്രിയങ്ക ഗാന്ധി ജയിക്കുന്നത്. 4 ലക്ഷത്തിൽ ചിലാനും വോട്ടിന്. ആ 4 ലക്ഷത്തിൽ ചിലാനും വോട്ട് ഭൂരിപക്ഷം നൽകിയ വയനാട്ടിലെ ജനങ്ങളൊക്കെ തീവ്രവാദികളാണോ? ആരെയാ അവർ തീവ്രവാദികൾ എന്ന് വിളിക്കുന്നത്? മുസ്ലിം സമൂഹത്തെയാണ് വിളിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ BJP-യേക്കാൾ നെറികെട്ട മുസ്ലിം വിരുദ്ധതയും ഇസ്ലാമോഫോബിയ പടർത്തുന്നതിലും CPM മുൻപിലാണ്. ഇപ്പൊ CPM ഏതാ BJP ഏതാന്ന് കണ്ടാൽ തിരിച്ചറിയാത്ത അവസ്ഥയിലാണ്. പിണറായി വിജയൻ ഈ നാട്ടിലെ ഏറ്റവും വലിയ RSSകാരനേക്കാൾ വലിയ RSSകാരനെ പോലെയാണ് ഇപ്പൊ നടക്കുന്നത്. ഞാൻ പറഞ്ഞു, നിങ്ങൾ പിണറായി വിജയൻ രാത്രി ഒറ്റയ്ക്ക് പോകുന്ന സമയത്ത് പുറകുന്നു പോയി ഒരു വിസിലടിച്ചു കഴിഞ്ഞാൽ മൂപ്പര് ഒറ്റ നിർത്തായിരിക്കും സംഘാദക്ഷഹാരമെന്ന് പറഞ്ഞത്. കേരളത്തിൽ RSSന്റെ അപ്രഖ്യാപിത സംഘചാലകന്റെ പേരാണ് പിണറായി വിജയൻ. RSSന് വേണ്ടി വിടുപണിയെടുക്കുന്ന മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ അധപ്പതിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് പ്രിയപ്പെട്ടവരെ, ആ വിഷമിപ്പിക്കുന്ന ഫാക്ടറിയിൽ നിന്ന് CPM എന്ന് പറയുന്ന സാധനത്തേക്ക് ഞാൻ പോകാതിരുന്നത്. രണ്ടും ഒന്നാണ്. മനുഷ്യരെ ഭിന്നിപ്പിക്കുക, മനുഷ്യരെ വർഗീയമായി ഭിന്നിപ്പിക്കുക, മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഭിന്നിപ്പിക്കുക, ജാതിയുടെ അടിസ്ഥാനത്തിൽ ഭിന്നിപ്പിക്കുക, എന്നിട്ട് രാഷ്ട്രീയമായ നേട്ടമുണ്ടാക്കുക. ഇതല്ലേ എല്ലാ കാലത്തും CPM ചെയ്തിട്ടുള്ളത്. തലശ്ശേരിയിലെ ഫസലിനെ കൊന്ന് രക്തം മുക്കിയ തൂവാല ക്ഷേത്രഭൂമിയിൽ കൊണ്ടുപോയിട്ട് ഹിന്ദു മുസ്ലിം സംഘർഷമുണ്ടാക്കി അവിടെ സംരക്ഷക വേഷം കെട്ടാൻ ശ്രമിച്ചു എന്നുള്ളതല്ലേ CPMന്റെ പേരിലുള്ള കേസ്, CPM നേതാക്കന്മാരുടെ പേരിലുള്ള കേസ്. തലശ്ശേരി കലാപമൊക്കെ നമുക്കറിയാലോ. രണ്ടു കൂട്ടരും പരസ്പരം ആരോപിക്കുക. CPM പറയുന്നു BJP-ക്കാരുണ്ട്, RSSകാർ പറയുന്നു CPM വേണ്ട. രണ്ട് ശരിയാണ്, രണ്ടു കൂട്ടരും ഉണ്ട്. RSS അനിസ്പ്രയുടെ പരസ്യത്തിൽ പറയുന്നത് പോലെ പൊടി പോലുമില്ല കണ്ടുപിടിക്കാനെന്ന് പറയപ്പെടുന്ന പിണറായിലടക്കം പള്ളികൾ പൊളിക്കപ്പെട്ടില്ലേ? ആരായിരുന്നു അതിന്റെ പുറകിൽ? CPM ആയിരുന്നു. RSSും പൊളിച്ചിട്ടുണ്ട്, CPM പൊളിച്ചിട്ടുണ്ട്. എല്ലാ കാര്യത്തും ഇവരൊരു നാണയത്തിന്റെ രണ്ട് വശങ്ങളായിരുന്നു. ചില സമയത്ത് തന്ത്രപരമായി മുസ്ലിം വോട്ട് തട്ടാൻ വേണ്ടി പല നാടകങ്ങളും അവർ കളിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ഷബാനു കേസിന്റെ വിധി വന്ന കാലത്ത് EMSന്റെ പ്രസ്താവന നമുക്ക് ഓർമ്മയുണ്ടല്ലോ. കേരളത്തിലുടനീളം നടന്ന പ്രക്ഷോഭങ്ങൾ നമുക്ക് ഓർമ്മയുണ്ടല്ലോ. മുസ്ലിം വിഭാഗത്തിന്റെ വലിയ തോതിലുള്ള അപ്രീതി വരുന്നു എന്ന് കണ്ടപ്പോ ഭയന്നു പോയിട്ടുള്ള ആളുകൾ ഗൾഫ് യുദ്ധം വന്നപ്പോ നിലപാട് അല്ലെ, മുസ്ലിം സമൂഹത്തെ സ്വാധീനിക്കാൻ വേണ്ടി എന്തൊക്കെയാ പറഞ്ഞത്. അപ്പൊ സദ്ദാം ഹുസൈന്റെ ആളുകളായി മാറി. പക്ഷെ CPMനെ കുടിച്ച വെള്ളത്തിൽ പോലും വിശ്വസിക്കാൻ പാടില്ല. ഈ കേരളത്തെ മുച്ചൂടും ഇവർ മുടിച്ചു കഴിഞ്ഞു. മറുവശത്ത് കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന അവഗണനയാണ്. കേരളത്തിൽ നിന്നുള്ള ഒരു കേന്ദ്രമന്ത്രി പറയുകയാണ്, കേരളം പിന്നോക്ക പ്രദേശമാണെന്നൊരു കാൽപ്പായ കടലാസിൽ എഴുതി തന്നാൽ കേരളത്തെ സഹായിക്കുന്ന കാര്യം പരിഗണിക്കാം. ഞാൻ ചോദിക്കട്ടെ, ജോർജ് കുര്യന്റെ തറവാട്ട് മുതലൊന്നല്ലല്ലോ കേരളം ചോദിച്ചത്. ഞാനും നിങ്ങളും കൊടുക്കുന്ന നികുതി പണത്തിൽ നിന്ന് കേരളത്തിന്
അർഹമായതല്ലേ കേരളം ചോദിച്ചിട്ടുള്ളത്? അത് ചോദിച്ചു വാങ്ങാൻ കേൾപ്പില്ലാത്ത ഒരു ഊള കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുന്നു എന്നുള്ളത് മാത്രമല്ലേ നമ്മുടെ പ്രയാസം എന്ന് പറയുന്ന പ്രശ്നം എന്ന് പറയുന്നത്. അറിയിക്കുന്ന സഹായം ചോദിച്ചു വാങ്ങാൻ കഴിവില്ലാത്ത ഒരാൾ മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്നു, കേരളം ഭരിക്കുന്നു. ഇത് മാത്രമാണ് കേരളത്തിന്റെ പ്രശ്നം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വയനാട് ദുരന്തം നടന്നപ്പോ സമാനതകളില്ലാത്ത മനുഷ്യരുടെ ആർത്തനാദങ്ങൾ നമ്മളെല്ലാവരും കേട്ടപ്പോ, നമ്മളെല്ലാവരും അസ്വസ്ഥരായപ്പോ, നമ്മളൊക്കെ സഹായങ്ങൾ എത്തിച്ചപ്പോ ഈ കേരളം ഭരിക്കുന്ന സർക്കാരും കേന്ദ്രം ഭരിക്കുന്ന സർക്കാരും എന്ത് നിലപാടാണ് സ്വീകരിച്ചത്? വയനാട്ടിൽ ഈ ദുരന്തത്തിന് ഇരകളായ ജനങ്ങളെ ടെന്നീസ് ബോൾ അടിക്കുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുകയല്ലേ. കേരളം കേന്ദ്രം ചെയ്യട്ടെ എന്ന് പറഞ്ഞ് കേരളം അടിക്കും, കേരളം ചെയ്യട്ടെ എന്ന് പറഞ്ഞ് കേന്ദ്രം അടിക്കും. ഇതല്ലേ ചെയ്തത്? ഈ നിമിഷം വരെ ചൂരൽമലയിലെയും മുണ്ടക്കയിലെയും ജനങ്ങളെ പുനരധിവസിപ്പിക്കാനുള്ള ഭൂമി കണ്ടെത്താൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. ടൗൺഷിപ്പ് ഉണ്ടാക്കുമെന്നാണല്ലോ പറഞ്ഞത്. ആ ടൗൺഷിപ്പ് ഉണ്ടാക്കാനുള്ള ഭൂമി ഈ നിമിഷം വരെ സംസ്ഥാന സർക്കാരിന് കണ്ടെത്താൻ കഴിഞ്ഞു. എന്നിട്ട് ഇന്ന് പറയാണ് ബജറ്റിൽ 750 കോടി വയനാടിന് വേണ്ടി കൊടുക്കുന്നു. ഏതാ 750 കോടി? ഞാനും നിങ്ങളും നമ്മുടെ പ്രവാസി സഹോദരങ്ങളും അടക്കം കൊടുത്തിട്ടുള്ള മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് അതിനേക്കാൾ കൂടുതൽ തുക കൊടുത്തിട്ടുണ്ട്. ആ പൈസ 750 കോടി കൊടുക്കുന്നതാണോ പറയുന്നത്? എന്തേ ഇതുവരെ കൊടുക്കാതിരുന്നത്? വയനാട്ടിലെ ജനങ്ങൾ ഇന്നും വാടക വിട്ട് കഴിയുകയാണ്, ഞെങ്ങി പ്രയാസത്തോടെ കഴിയുകയാണ്. അവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും മുസ്ലിം ലീഗും യൂത്ത് ലീഗും ഒക്കെ നടത്തിയിട്ടുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ, സേവന പ്രവർത്തനങ്ങൾ സമാനതകളില്ലാത്തതാണ്. ഇത് ഓർമ്മയില്ലേ? അവിടെ ഭക്ഷണം കൊടുക്കുമ്പോ പോലും അതിൽ രാഷ്ട്രീയം കണ്ടെത്തിയില്ലേ CPM? ഞങ്ങളൊന്നും ആ കാലത്ത് പറയാത്തതാ. ഭക്ഷണം കൊടുക്കുന്നത് പോലും തടയാൻ ശ്രമിച്ചില്ലേ? മനുഷ്യർ പട്ടിണിയിൽ കിടക്കുന്ന, പ്രകൃതി ദുരന്തത്തിന് ഇരയായിട്ടുള്ള മനുഷ്യർക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ പോലും അതിൽ രാഷ്ട്രീയം കണ്ടെത്തി അത് തടയാൻ ശ്രമിച്ച നെറികെട്ടവരാണ് കേരളം ഭരിക്കുന്നത്. കേന്ദ്രവും അതുപോലെ തന്നെയാണ്. മനസ്സാക്ഷിക്കുത്തില്ല. ഈ മനുഷ്യരുടെ ദയ തോന്നുന്നില്ല. മുൻ കേന്ദ്രമന്ത്രി പറയുകയാണ്, 2-3 പഞ്ചായത്തിലെ 2-3 വാർഡുകളെ മാത്രം ബാധിച്ചിട്ടുള്ള ചെറിയ ഒരു പ്രകൃതി ദുരന്തമാണ് വയനാട്ടിൽ നടന്നിട്ടുള്ളത്, സഹായം കൊടുക്കേണ്ടതില്ല. ആരാ പറഞ്ഞത്? വി മുരളീധരൻ, മുൻ കേന്ദ്രമന്ത്രി. മറ്റൊരു മന്ത്രി പറയുന്നു, നിങ്ങൾ പിന്നോക്ക പ്രദേശമാണെന്ന് എഴുതിത്തരൂ. കേരളത്തെ ഇതുപോലെ അവഹേളിക്കുന്ന, അപമാനിക്കുന്ന ഒരു പാർട്ടി കേന്ദ്രം ഭരിക്കുന്നു. അവരോട് ചേർന്ന് നിൽക്കുന്ന ഒരു പാർട്ടി കേരളം ഭരിക്കുന്നു. നമുക്ക് എങ്ങനെയാണ് ഇത് അംഗീകരിക്കാൻ സാധിക്കുന്നത്? ഈ രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ നാടിന്റെ അവസ്ഥ എന്താകും? ഈ രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കേരളത്തിന്റെ അവസ്ഥ എന്താകും? പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് കേരളത്തിലെ ജനങ്ങൾ ഇപ്പോൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നത്. ഒരു സംശയവും വേണ്ട, കേരളത്തിലുടനീളം ജനങ്ങൾ CPM-ന്റെ നേതൃത്വത്തിലുള്ള ഈ ദുർഭരണത്തെ പുറത്തോട്ട് പുറങ്കാല കൊണ്ട് ചവിട്ടിക്കളഞ്ഞുകൊണ്ട്, അറബിക്കടലിലേക്ക് കളഞ്ഞുകൊണ്ട് കേരളത്തിലൊരു ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ വരാൻ വേണ്ടി കാതോർത്തിരിക്കുകയാണ്, കാത്തിരിക്കുകയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. 1.5 വർഷം മാത്രമാണ് ഇനി സർക്കാരിന് ആയുസുള്ളത്. പക്ഷേ ആ 1.5 വർഷക്കാലത്തിനിടയ്ക്ക് കത്തുന്ന പുരയിൽ നിന്ന് കഴുക്കോൽ ഊരിക്കൊണ്ടുപോകുന്ന ലാഘവത്തോടുകൂടി ഓരോ ദിവസവും അഴിമതികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ സർക്കാർ. നിങ്ങൾ കണ്ടില്ലേ, പാലക്കാട് മദ്യ ഉത്പാദനം നടത്താൻ വേണ്ടി പുതിയൊരു കമ്പനിക്ക് അനുമതി നൽകിയിരിക്കുന്നു. സംസ്ഥാനത്തിന്റെ മദ്യനയം പോലും ആരും അറിയാതെ തിരുത്തിക്കൊണ്ട് ഡൽഹി മദ്യനയ കേസിൽ അറസ്റ്റ് ചെയ്ത് ജയിലകപ്പെട്ട ഒരു കൊള്ളക്കാരന്റെ കമ്പനിക്ക് ജലമൂറ്റിയതിന്റെ പേരിൽ പഞ്ചാബിൽ നിന്നും ഹരിയാനയിൽ നിന്നും അവിടുത്തെ ജനങ്ങൾ സമരം ചെയ്ത് ആട്ടിയോടിച്ച ഒരു കമ്പനിക്ക് പാലക്കാട് പോലെ ഒരു ഊഷക ഭൂമിയിൽ, ജലദൗർലഭ്യം നേരിടുന്ന ഭൂമിയിൽ, വെള്ളത്തിന് വേണ്ടി കിലോമീറ്ററുകൾ അമ്മമാർ കുടം താങ്ങിക്കൊണ്ട് നടക്കേണ്ടി വരുന്ന ഒരു ഭൂമികയിൽ, പെപ്സിയെയും കൊക്കക്കോളയും ആട്ടിയോടിച്ചൊരു ഭൂമിയിൽ മദ്യ ഫാക്ടറി തുടങ്ങാൻ വേണ്ടി അനുമതി നൽകിയിരിക്കുന്നു കേരളത്തിലെ ഇടത് സർക്കാർ. ഈ നയം മാറ്റിയത് കേരളത്തിലെ ഒരു ജനങ്ങളും അറിഞ്ഞിട്ടില്ല. മറ്റ് കമ്പനികൾ ആരും അറിഞ്ഞിട്ടില്ല. ആകെ അറിഞ്ഞത് ഒയാസിസ് എന്ന് പറയുന്ന കമ്പനി. ആ കമ്പനിക്ക് വേണ്ടി കേരളത്തിന്റെ മദ്യനയം പോലും മാറ്റിക്കൊണ്ട് മദ്യത്തിൽ മുക്കിക്കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നു. നമ്മൾ കാരണം ചോദിച്ചപ്പോ എന്താ രാജേഷ് പറയുന്നത്? പിണറായി വിജയൻ രാജേഷും പറയാണ്, കേരളത്തിൽ ഒരു വർഷം ആവശ്യത്തിന് സ്പിരിറ്റ് ഉൽപ്പാദിപ്പിക്കുന്നില്ല, അതുകൊണ്ട് ആവശ്യത്തിന് സ്പിരിറ്റ് കേരളത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി, അതല്ലെങ്കിൽ 100 കോടി രൂപയുടെ GST നഷ്ടം വരും, അതുകൊണ്ട് കേരളത്തിന് ആവശ്യമുള്ള സ്പിരിറ്റ് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി സർക്കാർ തീരുമാനമെടുത്തു എന്നാണ് പറഞ്ഞത്. ഇവിടെ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ കേരളത്തിന് ആവശ്യമുള്ള അരി ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടോ? കേരളത്തിൽ ആവശ്യമുള്ള മരുന്ന്
ആണല്ലോ, മനുഷ്യന് ജീവിക്കാൻ ആവശ്യമുള്ള മരുന്ന് ഇവിടെ ഉത്പാദിപ്പിക്കുന്നുണ്ടോ? വേണ്ട, കേരം തിങ്ങും കേരള നാടെന്നാണ് അറിയപ്പെടുന്നത്. നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ഇവിടെ ഉത്പാദിപ്പിക്കുന്നുണ്ട്. ഇന്ന് തേങ്ങ ഉത്പാദനത്തിൽ കർണാടകയും തമിഴ്നാടും ഒക്കെ നമ്മളെക്കാൾ മുമ്പ് ഇവിടെ ഉത്പാദിപ്പിക്കുന്നുണ്ട്. നമ്മുടെ കുട്ടികൾക്ക് പാല് വന്നില്ലെങ്കിൽ എന്ന് പറയുന്നത് പിണറായി സർക്കാരിന്റെ മുൻഗണന എന്ന് പറയുന്നത് പാലിനല്ല, മദ്യത്തിനാണ്. മദ്യം ഉത്പാദിപ്പിക്കേണ്ടതെന്നാണ് പറയുന്നത്. ഇതെങ്ങനെയാണ് മലയാളിക്ക് അനുവദിക്കാൻ കഴിയുക? പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് ഈ നെറികെട്ട ഭരണം പുറത്തു പോകണം എന്ന് ഐക്യജനാധിപത്യ മുന്നണി പറയുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ബിജെപിയെ വെല്ലുന്ന വർഗീയതയുടെ അപ്പോസ്തലന്മാരായി ഈ CPM കേരളത്തിൽ വാഴുകയാണ്. കഴിഞ്ഞ പാലക്കാട് ഇലക്ഷന്റെ സമയത്ത് നിങ്ങൾക്ക് രാഷ്ട്രീയ പാർട്ടി വിട്ടുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് കടന്നു വന്നപ്പോ വേണ്ടി നടത്തിയിട്ടുള്ള മുഴുവൻ നിലപാടുകളെയും തള്ളിപ്പറഞ്ഞുകൊണ്ട് തെറ്റായിരുന്നു എന്റെ തലേ ദിവസം വരെ ഞാൻ ക്രിസ്റ്റൽ ക്ലിയർ ആയിരുന്നു. നല്ല ചെക്കനാന്നാ പറഞ്ഞത്, നല്ല പയ്യനാണ്, ഊതിക്കാച്ചിയ പൊന്നാകും, നല്ല സഖാവാകുന്ന പറഞ്ഞു. ഞാൻ കോൺഗ്രസ് ചേർന്ന ദിവസം മുതൽ ഞാൻ വലിയ വർഗീയവാദിയായി, തെറ്റുകാരനായി, കുറ്റവാളിയായി, എറിഞ്ഞു കൊല്ലേണ്ടവനായി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പാലക്കാട് തെരഞ്ഞെടുപ്പ് അതിന്റെ നിശബ്ദ പ്രചാരണം നടക്കുന്ന ദിവസം രണ്ട് സാമുദായിക പത്രങ്ങളിൽ, സിറാജിലും സുപ്രഭാതത്തിലും CPM പരസ്യം കൊടുക്കുകയാണ്. എന്താ പരസ്യം? സന്ദീപ് വാര്യരെ കുറിച്ചുള്ള പരസ്യം. ഞാൻ തള്ളിക്കളഞ്ഞ നിലപാടുകളെ കുറിച്ച്, ഞാൻ പറയാത്ത കാര്യങ്ങൾ, കളവായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ഒക്കെ പരസ്യം കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇന്ന് രാവിലെ പെരുന്നയിൽ NSSന്റെ ജനറൽ സെക്രട്ടറിയെ കാണാൻ പോകുന്ന സമയത്താണ് സ്ഥാനാർത്ഥി എന്നെ വിളിക്കുന്നത്, രാഹുൽ എന്നെ വിളിക്കുന്നത്. രാഹുൽ പറഞ്ഞു, സന്ദീപേട്ട ഒന്ന് മീഡിയയെ ബ്രീഫ് ചെയ്തു, കാരണം ഇവരൊരു വിവാദമാണ്. മുസ്ലിം ജനവിഭാഗത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി, മുസ്ലിം ജനതയെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി, മതേതര വോട്ടുകൾ ഭിന്നിപ്പിക്കാൻ വേണ്ടി, കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ വേണ്ടി മതം നോക്കി വർഗീയത വിളിച്ചു പറയുന്ന പരസ്യം CPM കൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളൊന്ന് ബ്രീഫ് ചെയ്തോളൂ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ എറണാകുളത്ത് വെച്ച് ഞാൻ വലിയ വിഷമത്തോടു കൂടിയാണ് മാധ്യമങ്ങളെ കണ്ടത്. എനിക്ക് വലിയ ആശങ്ക ഉണ്ടായിരുന്നു, സങ്കടമുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞതും പറയാത്തതുമായ കാര്യങ്ങൾ മുഴുവൻ ഞാൻ തള്ളിക്കളഞ്ഞ കാര്യങ്ങൾ വെച്ചുകൊണ്ട് നൽകിയിട്ടുള്ള ആ പരസ്യത്തെ എങ്ങനെയാണ് പാലക്കാട്ടെ മുസ്ലിം ജനത സ്വീകരിക്കുക, മതേതര വോട്ടുകൾ എങ്ങനെയാണ് അതിനെ സ്വീകരിക്കുക എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ടായിരുന്നു. ഞാൻ കാരണം UDFന്റെ സ്ഥാനാർത്ഥിക്ക് ഒരു പ്രയാസമുണ്ടാകുമോ എന്ന് സ്വാഭാവികമായിട്ടൊരു ആശങ്ക എനിക്കുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, എറണാകുളത്ത് വെച്ച് മാധ്യമങ്ങളെ കാണുമ്പോ എന്റെ മനസ്സെന്ന് പറയുന്നത് അത്യന്തികം വൈകാരികമായിട്ടുള്ള ഒരു സന്ദർഭത്തിലൂടെ കടന്നു പോവുകയായിരുന്നു. ആ കടന്നുപോയ സമയത്ത് എന്റെ മനസ്സിനുള്ളിൽ ഞാൻ എന്നോ വായിച്ചിട്ടുള്ള, എന്നോ എന്റെ സ്മൃതിപഥത്തിൽ ഞാൻ ഇങ്ങനെ എന്റെ വായനയിൽ തെളിഞ്ഞിട്ടുള്ള ഒരു പേര് അവിചാരിതമായി എന്റെ നാവിലൂടെ പുറത്തു വരികയാണ്. ഞാൻ പറഞ്ഞു, ഒരു കാലത്ത് പ്രവാചകനെ വേട്ടയാടിയിട്ടുള്ള ഖലീഫ ഉമറിനെ നിലപാട് നിർത്തിയപ്പോൾ നെഞ്ചോട് ചേർത്ത് സ്വീകരിച്ച ഒരു സമുദായത്തെയാണോ നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരു കാര്യം പറയട്ടെ, ആ വാക്ക് പറഞ്ഞതിന് ശേഷം ഇന്നേ വരെ ഞാൻ അനുഭവിക്കുന്ന സ്നേഹത്തിനും ഞാൻ അനുഭവിക്കുന്ന സന്തോഷത്തിനും സമാനതകളില്ല എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരു നിമിഷം കൊണ്ട് കേരളത്തിലെ മുഴുവൻ ജനതയും മതേതര ജനതയും എന്നെ നെഞ്ചോട് ചേർത്തു എന്നുള്ളതിൽ എനിക്ക് അഭിമാനവും സന്തോഷവുമുണ്ട്. അതിനുശേഷമാണ് ഞാൻ ഖലീഫ ഉമറിനെ കുറിച്ച് കൂടുതലായി പഠിക്കാൻ തുടങ്ങിയത്. ഖലീഫ ഉമറിനെ കുറിച്ച് പഠിക്കുമ്പോൾ ആ കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു രാഷ്ട്രീയക്കാരൻ, ഒരു പൊതുപ്രവർത്തകൻ പഠിക്കേണ്ട ജീവിതമാണ് ഖലീഫ ഉമറിന്റെ. അവിടെ പട്ടിണിയായിരുന്ന കാലത്ത്, പട്ടിണിയിൽ ജനങ്ങൾ ആണ്ടിരുന്ന ഒരു കാലത്ത് കഴിക്കുന്ന ഭക്ഷണം, ആ ഭക്ഷണത്തിൽ അദ്ദേഹം മാറ്റം വരുത്തി. ആ ഭക്ഷണത്തിൽ മാറ്റം വരുത്തിയത് കൊണ്ട് ഉദരരോഗം പിടിക്കപ്പെട്ടു ഖലീഫ ഉമർ. അദ്ദേഹം ധരിക്കുന്ന വസ്ത്രത്തിൽ പോലും മിതത്വം പാലിച്ചു. എന്നിട്ട് അദ്ദേഹത്തിന്റെ ബന്ധുക്കളോടൊരു കാര്യം പറഞ്ഞു. ഇത് എല്ലാ രാഷ്ട്രീയക്കാരും മനസ്സിലാക്കുന്നതാണ്. അദ്ദേഹത്തിന്റെ ബന്ധുക്കളോടൊരു കാര്യം പറഞ്ഞു, മറ്റുള്ളവർ തെറ്റ് ചെയ്താൽ നൽകുന്ന ശിക്ഷയേക്കാൾ ഇരട്ടി ശിക്ഷ നിങ്ങൾ തെറ്റ് ചെയ്താൽ ഞാൻ നൽകും. ഖലീഫ ഉമർ പറഞ്ഞതാണ്. നിങ്ങളൊരു തെറ്റ് ചെയ്താൽ മറ്റുള്ള പൗരന്മാർ ചെയ്യുന്ന തെറ്റിനേക്കാൾ, അവർക്ക് നൽകുന്ന ശിക്ഷയേക്കാൾ ഇരട്ടി ശിക്ഷ നിങ്ങൾക്ക് നൽകുമെന്ന് ഖലീഫ ഉമർ പറയുന്നു. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഇറച്ചിക്കടയിലേക്ക്
നോക്കി നിൽക്കുന്നത് പോലെ മനുഷ്യർ നിങ്ങളെ നോക്കി നിൽക്കുകയാണ്. എന്തിനാണ്? നിങ്ങളൊരു തെറ്റ് ചെയ്യുന്നത് കാണാൻ വേണ്ടി. എന്നിട്ട് അതിന്റെ പേരിൽ അവർക്ക് തെറ്റുകൾ ചെയ്യാൻ വേണ്ടി മനുഷ്യരത് നോക്കി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളിൽ നിന്നൊരു തെറ്റും സംഭവിക്കരുത്. എന്റെ ബന്ധുക്കളായതുകൊണ്ട് നിങ്ങൾ അനർഹമായതൊന്നും ചെയ്തു പോകരുത് എന്ന് പറയുന്ന ഖലീഫ ഉമറിന്റെ ചരിത്രം വായിച്ചു നോക്കുന്ന ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. സ്വന്തം മകളോട് പറയണ്ടേ, മറ്റുള്ളവർ തെറ്റ് ചെയ്താൽ നൽകുന്നതിനേക്കാൾ ഇരട്ടി ശിക്ഷ നീ മാസപ്പടി വാങ്ങിയാൽ നൽകുമെന്ന് പറയാൻ എന്റെ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് കഴിയാതെ പോയി. മുഖ്യമന്ത്രിയുടെ മകൾക്ക് മാസപ്പടി വാങ്ങാന്നുണ്ടെങ്കിൽ ഇവിടുത്തെ വില്ലേജ് ഓഫീസർക്ക് വാങ്ങിക്കൂടെ? അപ്പുറത്തെ SIക്ക് വാങ്ങിക്കൂടെ? ഈ നാട്ടിലെ സാധാരണ സർക്കാർ ജീവനക്കാർക്ക് വാങ്ങിക്കൂടെ? കാരണം 18 മാസം DA കുടിശ്ശിക ബാക്കിയാണ്. 65,000 കോടി ഉറപ്പിക. ആ പാവങ്ങൾക്ക് ജീവിക്കണ്ടേ? മുഖ്യമന്ത്രിയുടെ മകൾക്ക് വാങ്ങാന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള സർക്കാർ ജീവനക്കാർക്ക് വാങ്ങിക്കൂടെ? അതുകൊണ്ടാണ് ഖലീഫ ഉമറിന്റെ ജീവിതം രാഷ്ട്രീയക്കാർ പഠിക്കണം, പ്രത്യേകിച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രി പഠിക്കണം എന്ന് ഞാൻ ആവശ്യപ്പെടുന്നത്. സ്വന്തം ബന്ധുക്കൾ തെറ്റ് ചെയ്താൽ ശിക്ഷിക്കാനുള്ള ആർജവം കാണിക്കണം മുഖ്യമന്ത്രി എന്ന് മാത്രം ഇവിടെ ആവശ്യപ്പെട്ടുകൊണ്ട്, പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ശുഹൈബ് അനുസ്മരണത്തിന് എന്നെ ക്ഷണിച്ച യൂത്ത് കോൺഗ്രസിന്റെ കണ്ണൂർ മണ്ഡലം കമ്മിറ്റിക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.